CK ടോക്സിന്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, ഇന്ന് രാത്രി 7:30 ചെന്നൈ എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഏറ്റുമുട്ടുവാൻ പോവുകയാണ്. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ചെന്നൈയുടെ തട്ടകത്തിൽ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന മത്സരം തന്നെയാണ്. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ചെന്നൈയിൻ എഫ്സിക്കെതിരായി ഇറങ്ങാൻ പോകുന്ന ഒരു പോസിബിൾ ലൈനപ്പും കൂടാതെ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ആശാന്റെ ഇഷ്ട ഫോർമേഷനിലല്ല ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നും മറ്റൊരു ഫോർമേഷനിലാവും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ ഇറങ്ങുക എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, പഞ്ചാബ് എഫ്സിക്കെതിരായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കഴിഞ്ഞ മത്സരത്തെ തോൽവി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരെയും ഒന്നടങ്കം തന്നെ നിരാശയിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മറികടക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ചെന്നൈയിൻ എഫ്സിക്കെതിരായി കളിക്കാൻ ഇറങ്ങുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിക്കും എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇനി നമുക്ക് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിക്കെതിരായി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കാൻ വേണ്ടി മലയാളി സൂപ്പർ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാവും. ഇനി പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗ്, മിലോസ് ഡ്രിൻസിച്ച്, പ്രീതം കോട്ടാൽ ആൻഡ് സന്ദീപ് സിംഗ് എന്നിവരാണ് ഇറങ്ങുക. ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും സെന്റർ ബാക്കുകളായിക്കൊണ്ട് മിലോസ് ഡ്രിൻസിച്ചും പ്രീതം കോട്ടാലും കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗ് കളിക്കാനാണ് സാധ്യത കാണുന്നത്. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് ഐമനും ഡാനിഷ് ഫാറൂഖും ജീക്സൺ സിംഗും ബ്ലാസ്റ്റേഴ്സിന്റെ ജാപ്പനീസ് സൈനിങ് ആയ ഡൈസുകെ സക്കായിയും കളിക്കാനാണ് സാധ്യത കാണുന്നത്. ലെഫ്റ്റ് വിംഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷദ്വീപുകാരനായ മുഹമ്മദ് ഐമൻ കളിക്കുമ്പോൾ സെന്റർ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ഡാനിഷ് ഫാറൂഖും ജീക്സൺ സിംഗും കളിക്കുമ്പോൾ റൈറ്റ് വിംഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജാപ്പനീസ് സൈനിങ് ആയ ഡൈസുകെ സക്കായിയാണ് കളിക്കാൻ സാധ്യത. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ സക്കായിയുടെയൊക്കെ മികച്ച പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മികച്ച കോമ്പിനേഷൻ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ അടുത്ത് ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ലിത്വാനിയയിൽ നിന്നും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോ സെർണിച്ചും കളിക്കാനാണ് സാധ്യത കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചാബ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ഫെഡോ സെർണിച്ച് ആദ്യ 11-ൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നത്തെ ചെന്നൈയിൻ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ഈ ഒരു താരം ആദ്യ 11-ൽ ഇറങ്ങുകയാണെങ്കിൽ താരം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും. ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പ് എന്നത്. ഏതായാലും നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പ് നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോറും ഒന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫോർമേഷൻ ആയിരുന്നു 4-4-2 എന്ന ഫോർമേഷൻ. ചുരുക്കി പറഞ്ഞാൽ ഇവാൻ ആശാൻ വന്നതിന് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ എല്ലാ മത്സരങ്ങളിലും ഈ ഒരു 4-4-2 ഫോർമേഷനിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 4-4-2 എന്ന ഫോർമേഷൻ ബ്ലാസ്റ്റേഴ്സിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അടുത്തുള്ള എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്നത് അത് ബ്ലാസ്റ്റേഴ്സിന്റെ എതിർ ടീമുകളെല്ലാം തന്നെ ഈ ഒരു ഫോർമേഷനെ എങ്ങനെ മറികടക്കാമെന്ന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് അവർ ഇറങ്ങുന്നത് കാരണം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിൽ അവർക്ക് മികച്ച രീതിയിൽ തന്നെ മറികടക്കാനും സാധിക്കും. ഏതായാലും നിലവിൽ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്ന് ചെന്നൈയിൻ എഫ്സിയെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ആശാന്റെ ഇഷ്ട ഫോർമേഷൻ 4-4-2 എന്ന ഫോർമേഷനിലല്ല ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്നാണ്. പകരമായിക്കൊണ്ട് 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ചെന്നൈയിൻ എഫ്സി നേരിടാൻ പോവുക എന്നുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും നിലവിൽ ഇതിനെ തുടർന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുകയുമില്ല. നിങ്ങൾക്ക് 4-4-2 എന്ന ഫോർമേഷൻ ആണോ 4-2-3-1 എന്ന ഫോർമേഷൻ ആണോ ഇഷ്ടമുള്ളത് എന്ന് നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. 10K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് നമ്മുടെ ഈ ചാനൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.